കൊടും ചൂടിൽ വലഞ്ഞ് സംസ്ഥാനം. ചൂട് കൂടിയതിനാൽ 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. പാലക്കാട്ട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. 6 ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ് നവാസ്, കടുത്ത ചൂടാണ്, പ്രത്യേകിച്ച് പാലക്കാട്ട് 40 ഡിഗ്രി കടന്നിരിക്കുകയാണ് താപനില. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ദിലീപ് കുമാർ, കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും അതുപോലെ തന്നെ ഇന്നുമൊക്കെ അത്തരത്തിൽ ആ ഒരു ചൂട് തന്നെയാണ്, ഉയർന്ന താപനില തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കലക്ടറോട് നമ്മൾ സംസാരിച്ചപ്പോൾ കലക്ടർ പറഞ്ഞിരുന്നത് അൾട്രാ വയലറ്റ് കൂടുതലാണ് പാലക്കാട്. അപ്പോൾ ഈ പ്രിക്കോഷൻസ് കൂടുതലായി എടുക്കണം, അതായത് ജാഗ്രത കൂടുതലായി പാലിക്കണമെന്ന് പറയുന്നുണ്ട്. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കരുത് എന്ന് തന്നെ കലക്ടർ നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫിസിക്കൽ ക്ലാസുകൾ, അതായത് നേരിട്ടുള്ള ക്ലാസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ്. ചേട്ടാ, ഇപ്പോൾ ഈ ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെ ഇപ്പോൾ ചൂട് കൂടിയിട്ട്? നല്ല ചൂടാണ്. ഓട്ടോ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ആളുകളൊക്കെ വരുന്നുണ്ട്. ചൂട് സഹിക്കാൻ പറ്റും? ചൂട് സഹിക്കാൻ പറ്റില്ല, ചൂട് ജാസ്തിയാണ്. ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്? കുറവാണ്, കമ്മിയാണ്, ചൂട് ജാസ്തി. അത്തരത്തിൽ ചൂട് കൂടുതലാണ്, ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്, 40 ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ ആൾക്കാരുടെ പുറത്ത് ഇറങ്ങണ്ടേ? ഈ ചൂടത്ത് എങ്ങനെ ആൾക്കാരെ? അത്രയും ചൂടാണെന്ന് സഹിക്കാൻ പറ്റിയില്ലാന്ന്. മഴ വേണ്ടേ? മഴയില്ല. ഈ ചേട്ടനൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടോ? അതേ ഉള്ളൂ, ചോറ് വേണ്ട, രാവിലത്തെ ഭക്ഷണം വേണ്ട, അവർ വെള്ളം മാത്രം മതി. തണുപ്പ്. ഈ മരത്തിന്റെ കീഴിലാണ് ഓട്ടോ ഇട്ട് നിൽക്കുന്നത്, പക്ഷെ എന്നാലും ചൂട് കൂടുതൽ. ചൂട് വരികയാണ്, അതായത് റോഡത്തെ ചൂട് വരികയാണ്. ഇപ്പം തന്നെ ചൂടുണ്ട്. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ തിരി നിൽക്കാൻ പറ്റില്ല. ഉച്ച സമയത്തൊക്കെ ഓടാറുണ്ടോ? ഉച്ച സമയത്ത് ഓടാറുണ്ട്. വീട്ടിൽ പോയി കിടക്കാൻ പറ്റില്ലല്ലോ, കടന്ന പട്ടിണിയായില്ലേ. നമ്മൾ പട്ടിണി കിടന്നാലും മക്കൾ പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം വരിക തന്നെ, വേറെ നിവൃത്തിയില്ല, ജീവിക്കണ്ടേ. ദിലീപ് കുമാർ, അതായത് ഉപജീവനം എന്തായാലും നടത്തിയേ മതിയാവും. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ ഉപജീവനം, അവരുടെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ മറ്റു തൊഴിൽ ചെയ്യുന്നവർക്ക് അത് പുറത്തേക്ക് ഇറങ്ങിയേ മതിയാവും. പക്ഷേ എന്നാൽ ഇത് ചൂട് ഇവിടെ ഭയങ്കര കടുത്ത ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെ ചൂട് സഹിക്കാൻ പറ്റും? ഇല്ല, 40 ഡിഗ്രിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. നല്ല ചൂടാണ്. ഒരു ഉച്ച 10-12 മണിയാകുമ്പോഴേക്കും ആൾക്ക് മതിയാവുകയാണ്. കാലിലേക്കൊക്കെ നല്ല ചൂട്. അത്തരത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. കാരണം ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, വലിയ തോതിലാണ് ചൂട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത ചൂടാണ്. അതുപോലെ തന്നെ മഴ പാലക്കാട് മറ്റുള്ള ജില്ലകളിൽ, ഇപ്പോൾ വയനാടും മറ്റു ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചിരുന്നു. എന്നാൽ പാലക്കാട് ഇതുവരെ അത്തരത്തിൽ ഒരു ചാറ്റൽ മഴ പോലും ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു ശക്തമായ മഴ ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരമാവുകയുള്ളൂ. കാരണം നമ്മൾ ഈ കുറച്ചു നേരമാണ് ഈ വെയിലത്ത് നിന്നിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ രീതിയിൽ വയർക്കുകയാണ്. കാരണം വെറുതെ പുറത്തിറങ്ങിയാൽ മതി, അത്തരത്തിൽ വലിയ രീതിയിലാണ് വേർപ്പുണ്ടാകുന്നത്. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു, മറ്റു അസുഖങ്ങൾക്ക് കാരണമാകുന്നു. കാരണം എന്തായാലും പാലക്കാട് ചുട്ടുപൊള്ളുകയാണ്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുന്നു. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് പാലക്കാട് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ജില്ലകൾ. വേനൽ ചൂടേറിയതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കൂടുന്നു. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 111.42 ദശലക്ഷം യൂണിറ്റായി. ഞായറാഴ്ചതിനേക്കാൾ കൂടുതലാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്ര മുഹമ്മദ് ചേരുന്നു. അലക്സ്ര മുഹമ്മദ്, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗവും കൂടുകയാണ്. ഫാനുകൾ ഉപയോഗിക്കേണ്ടി വരിക, AC ഉപയോഗിക്കേണ്ടി വരിക, പൊതുവെ മനുഷ്യർ പുറത്തേക്ക് പോകുന്നത് കുറഞ്ഞിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. താപനില ഉയരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് ഈ വരുന്ന വെള്ളിയാഴ്ച വരെ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില മാറാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് രേഖപ്പെടുത്തുന്നത്, കഴിഞ്ഞ 5 ദിവസങ്ങളായി രേഖപ്പെടുത്തുന്നത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂട് പാലക്കാട് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു ജില്ലകളിലും സമാനമായി തന്നെ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ വർധനവും രേഖപ്പെടുത്തുന്നു. ആ ചൂട് അങ്ങനെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ അതികഠിനമായ ചൂട് സംസ്ഥാനത്ത് തുടരുന്നതിനിടെ ഈ വൈദ്യുതി ഉപയോഗത്തിലും വർധനമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച ദിവസമായ ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം
111.42 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുത ആവശ്യകതയാകട്ടെ 5822 മെഗാവാട്ടാണ്. അതായത് പീക്ക് ടൈമിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചു തന്നെ തുടരുന്നു. ഇതിൽ ചെറിയൊരു നേരിയ കുറവ് രേഖപ്പെടുത്തിയത് മെനിഞ്ഞാന്നാണ്, അതായത് ഞായറാഴ്ച ദിവസമാണ്. 106.035 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഞായറാഴ്ച ആകെ മൊത്തത്തിൽ ചിലവായത്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5600 മെഗാവാട്ടായിരുന്നു ഞായറാഴ്ച. അതിനു മുമ്പത്തെ ദിവസമാകട്ടെ ശനിയാഴ്ച സർവ്വകാല റെക്കോർഡായിരുന്നു വൈദ്യുതി ഉപഭോഗത്തിൽ. 117.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണെന്ന് ശനിയാഴ്ച ഉപയോഗിച്ചത്. 6013 മെഗാവാട്ട് വൈദ്യുതി വൈകുന്നേരത്തെ ആവശ്യകതയായി ഉയരുകയും ചെയ്തു. ഇതിൽ ഞായറാഴ്ചത്തെ അപേക്ഷിച്ച് ഇന്ന് വീണ്ടും വർധനവുണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഇന്നലെ വീണ്ടും വർധനവുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പീക്ക് സമയം വൈകുന്നേര സമയങ്ങളിലാണ് ഈ കൂടുതലായി AC, ഫാൻ തുടങ്ങിയവ പ്രവർത്തിപ്പിക്കുന്നതെന്ന് വിലയിരുത്തുന്നുണ്ട്. അതിനാലാണ് ഈ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നതെന്ന് വിലയിരുത്തുന്നു. ഈ വേനൽ മഴ കാര്യമായി തുണച്ചില്ല എങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് KSEB വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ള ആലോചനയാണ് KSEBയിൽ നിലവിലുള്ളത്. അതായത് 6300 മെഗാവാട്ടാണ് സംസ്ഥാനത്തെ വൈദ്യുത പ്രസരണ ശൃംഖലയുടെ ആകെ കപ്പാസിറ്റി അത്രയുമാണ്. 6300 മെഗാവാട്ടിന് അടുത്തേക്ക് എത്തിയാൽ സ്വാഭാവികമായി ആ വിതരണം അത് പാളും എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. 10 മുതൽ 15 മിനിറ്റ് വരെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഏർപ്പെടുത്തുന്ന കാര്യമാണ് KSEB ആലോചിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. ഈ വരുന്ന 4 ദിവസങ്ങളിലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വേനൽ മഴ കാര്യമായി ലഭിച്ച പ്രതിസന്ധി ഒഴിവാക്കാനാകും. അതായത് ഡാമുകളിലേക്ക് ജലമെത്തുമെന്നും ഈ വൈദ്യുതി ഉൽപാദനം കൂടുതൽ ശരി, വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.